സ്വാമിജി, ഈ ആധ്യാത്മികമായിട്ടുള്ള നവോത്ഥാനത്തിൽ ഭാഗധേയം വഹിച്ചുകൊണ്ട് നാരായണീയത്തോടൊപ്പം യാത്ര ചെയ്യുന്ന മഹത് വ്യക്തികൾ, എൻ്റെ മുന്നിലുള്ള സ്നേഹനദികളായിട്ടുള്ള അമ്മമാർ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ ഇത്രയും നാൾ ഓരോ വേദിയിലോ അല്ലെങ്കിൽ സദസ്സിലോ ഇരുന്നത് നാരായണീയത്തെക്കുറിച്ചും നാരായണീയം ജപിക്കുമ്പോൾ കിട്ടുന്ന ഊർജം അതെങ്ങനെ പൊതുസമൂഹത്തിന് പ്രദാനം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് മനനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഈ പാലക്കാടിൻ്റെ മണ്ണിൽ 2016 ശേഷം നീണ്ട 10 വർഷം കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ യാത്ര ചെയ്യാനും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുവിഷയങ്ങളിൽ ഇടപെടാനും അതിനുവേണ്ടിയെല്ലാം സമയം മാറ്റിവെച്ചതിനു ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കൂടി ശക്തമായിട്ടുള്ള ആവശ്യത്തെ തുടർന്ന് ഒരു സ്ഥാനാർത്ഥിത്വം വരികയും അത് ഈ പാലക്കാടാവണം എന്ന് തീരുമാനം പാർട്ടി എടുക്കുകയുമുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ ഇവിടെ പാലക്കാട് എത്തി. പാലക്കാട് വലിയ ഊർജമാണ്. ആ വലിയ ഊർജം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ സന്നിവേശിപ്പിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃഷ്ണൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാനവ സേവ. അതുകൊണ്ടാണ് കൃഷ്ണൻ കുറൂരമ്മയെ തേടി അങ്ങോട്ട് പോയത്. കൃഷ്ണനെ തേടി മലപ്പുറത്തു നിന്ന്, പൂന്താനം ഇല്ലത്ത് നിന്ന് സ്വന്തം കുട്ടിയെ നഷ്ടപ്പെട്ടതിന് ശേഷം അതീവ ദുഃഖിതനായി കാൽനടയായി യാത്ര ചെയ്ത് ഗുരുവായൂരപ്പനെ തേടി മലപ്പുറത്ത് നിന്ന് പൂന്താനം അങ്ങോട്ടേക്ക് വന്നത് ഉണ്ണിയുടെ വിളി. അത് കൃഷ്ണനാകുന്ന ഉണ്ണിയുടെ രൂപത്തിൽ പൂന്താനത്തെ വിളിക്കുകയും പൂന്താനം അവിടെ നിന്ന് പുറപ്പെട്ട് ഗുരുവായൂരിലെത്തുകയുമാണ് ചെയ്തത്. അത് ഒരു പക്ഷേ പൂന്താനത്തിൻ്റെ ഓരോ ഈരടികളും വളരെ കനം കുറഞ്ഞ രീതിയിലായിരുന്നുവെങ്കിൽ അഗാധ പണ്ഡിതനായിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം കൃഷ്ണനെ കാണാൻ വരുന്നത് സ്വന്തം ഗുരുനാഥന്റെ വാതരോഗത്തെ ഞാൻ സ്വീകരിച്ചു കൊള്ളാം, എനിക്കത് തരൂ കൃഷ്ണ എന്ന് പറഞ്ഞ് ആ വാതരോഗത്തെ സ്വയം ആവാഹിച്ചെടുത്തുകൊണ്ട് വേദന കൊണ്ട് നിൽക്കാൻ സാധിക്കാതെ ആ ഭട്ടതിരിപ്പാട് ഗുരുവായൂരിൽ ആ സന്നിധിയിൽ എത്തുകയാണ് ഉണ്ടായത്. ഞാൻ അമ്മമാരോട് അപേക്ഷിക്കുന്നത് ആ കൃഷ്ണനിലൂടെയാണ് ഒരുപക്ഷെ ബാലഗോകുലം എന്ന് പറയുന്ന സാംസ്കാരികമായിട്ടുള്ള സംഘടന ഇന്ന് കേരളത്തിൽ നിന്ന് തുടങ്ങി. അത് തുടങ്ങിയത് MA കൃഷ്ണൻ സർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ന് വളരെ വാർദ്ധക്യപ്രായത്തിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം ബാലഗോകുലത്തിന് തറക്കല്ലിടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഈ ബാലഗോകുലത്തിലൂടെ കൃഷ്ണനെ, നാരായണനെ കുട്ടികളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ആ ബാലഗോകുലത്തിന്റെ ഒരു ക്ലാസ്സിൽ ഞായറാഴ്ച ദിവസം ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറയുന്നത്: കരുണാമുരളീധാര മനസ്സി നിറയ്ക്കുക കണ്ണ, ഗോകുലമണിയും മണിയും നീയേ, ഗോപികാഹൃതി നിനവും നീയേ, വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും മധുവും നീയേ എന്ന് തുടങ്ങുന്ന ആ ഗാനം, ഗോകുലഗീതം പാടി വളർന്ന് ഞാൻ വന്നെത്തിപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലക്കാരിയായിട്ടാണ്. അവിടെ വന്നതിന് ശേഷം ഞാൻ ഇന്നും കൃഷ്ണനെ ഉള്ളിൽ ആവാഹിച്ചെടുക്കുന്നത് അമ്പലത്തിൽ പോയി ജപിച്ചിട്ടല്ല. കൃഷ്ണന്റെ മുന്നിൽ ഗുരുവായൂരിൽ പോയി പലപ്പോഴും ഞാൻ നിൽക്കാറില്ല. എപ്പോഴെങ്കിലും മനസ്സിൽ വ്യതകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ തന്നെ പാലക്കാടില് അട്ടപ്പള്ളത്ത്
2 പിഞ്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി ആ അമ്മ തലമുണ്ടനം ചെയ്തുകൊണ്ട് റോഡിലിരുന്നപ്പോൾ എന്നോട് ആ സമരം ഏറ്റെടുക്കാൻ പറയുന്നത് എൻ്റെ അകത്തിരിക്കുന്ന കൃഷ്ണന്റെ ധാർമ്മികമായിട്ടുള്ള ആ ചിന്ത എന്നിൽ സന്നിവേശിപ്പിക്കുകയാണ്. ശോഭ പോകണം. ശോഭ BJP-കാരിയായതുകൊണ്ടല്ല. പക്ഷേ ഞാനും നിങ്ങളും പലപ്പോഴും എടുക്കുന്ന നമ്മുടെ തീരുമാനങ്ങൾ നമുക്കൊരു ഉൾവിളി ഉണ്ടാകും. നമ്മളോട് ഭഗവാൻ പറയും, അത് ശരിയല്ല, ഇതാണ് ശരി എന്ന് പറയും. മനുഷ്യനാണ്, മനുഷ്യന്റെ ചിന്തകൾ എപ്പോഴും ചിന്തകൾ മാത്രമാണ്. എന്നാൽ സ്വാമിജി ഇരിക്കുന്നുണ്ട്, കാവി വസ്ത്രത്തിന്റെ പരിത്യാഗത്തിന്റെ എല്ലാം ഉണ്ടായിട്ടും ഒന്നും വേണ്ടെന്നുള്ള തീരുമാനത്തിന്റെ ഇദം ന മമ രാഷ്ട്രായ സ്വാഹ, അതാണ് സർവസംഘ പരിത്യാഗം. ആ സർവസംഘ പരിത്യാഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന സന്യാസിവര്യന്മാരുടെ ചിന്തകൾ, അത് നാരായണന്റെ ചിന്തകളിലോടൊപ്പം എത്താൻ, ഭഗവാന്റെ ചിന്തകളിലേക്ക് ഒപ്പമെത്താൻ സാധിക്കുമ്പോൾ രാഷ്ട്രം ഉണരും എന്ന് ഇവിടുത്തെ പൂർവസൂരികൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വാമി വിവേകാനന്ദന്റെ ശബ്ദത്തിന് നാരായണൻ കവചം തീർത്തപ്പോഴാണ് അമേരിക്കയുടെ പ്രസംഗവേദിയിൽ ചെന്ന് ചിക്കാഗോയുടെ ആ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, എൻ്റെ ചിന്ത നല്ല പട്ടുമെത്തയിൽ കിടന്നുറങ്ങണം എന്നുള്ളതല്ല, എൻ്റെ ചിന്ത ഇവിടെ നിന്ന് കിട്ടിയ നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ളതല്ല, എൻ്റെ ചിന്ത ഭാരതത്തിനകത്തുള്ള അമ്മമാർ എന്നാണ് 3 നേരവും ഭക്ഷണം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത എന്നാണ് അമേരിക്കയിലെ അവിടത്തെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ സാക്ഷി നിർത്തിക്കൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. നീണ്ട ചർച്ചകളുണ്ടായി. ആ നീണ്ട ചർച്ചകളിൽ ഭാരതത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ ആളുകൾ മകുടിയൂതുന്ന ആളുകളാണ്, എന്താണ്, പാമ്പാട്ടികളാണ് എന്ന് പറയുകയുണ്ടായി. ഒരു സായിപ്പ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ബഹുമാനം എന്താണെന്നറിയില്ല, കാരണം നിങ്ങൾ സ്ത്രീകളെ വിളിക്കുന്നത് മാഡം എന്നല്ല. പക്ഷേ എല്ലാ പ്രസംഗങ്ങൾക്കും ശേഷം അദ്ദേഹം പറഞ്ഞു, സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഗോപികാഹൃതി നിലവും നീയേ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഓരോ അമ്മയിലും ഓരോ സ്ത്രീയിലും സുഗന്ധം നിറച്ചുകൊണ്ടാണ് കൃഷ്ണൻ അവതരിച്ച് ഓരോ സ്റ്റെപ്പുകളും വെച്ച് കൃഷ്ണൻ പിന്നീട് നമ്മൾ കാണുന്നു അല്ലെ, ഉണ്ണിക്കണ്ണന്റെ ചില കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അത് കഴിഞ്ഞ് മഹാവിഷ്ണുവായിട്ട് നിൽക്കുന്ന ഭഗവാനെ നമ്മൾ കാണുന്ന സമയത്ത് അവിടെ മഹാവിഷ്ണു വേറൊരു രൂപത്തിലാണ്. ഉണ്ണിക്കണ്ണൻ കളിക്കുന്നത് പോലെയാണോ? യശോദാമയെ പറ്റിക്കുന്നത് പോലെയാണോ? വായ് തുറന്ന് നീ മണ്ണ് തിന്നിട്ടുണ്ടോ കണ്ണ എന്ന് ചോദിച്ച സമയത്ത് അമ്മയൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ് വാ തുറന്നു കൊടുത്തപ്പോ 14 ലോകങ്ങളും അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും അമ്മ മോഹാലസ്യപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ കണ്ണൻ അതാരാണ്? ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അവിടെയാണ് കൗരവന്മാരും പാണ്ഡവന്മാരും ഒരുമിച്ച് കൃഷ്ണനെ കാണാൻ ചെല്ലുകയും ഒരാൾ കാൽത്തലയിലും ഒരാൾ തലയ്ക്ക് മുകളിലും ഇരിക്കുകയും ചെയ്തതിനു ശേഷം കൃഷ്ണൻ ഉറങ്ങുകയാണോ? മഹാവിഷ്ണു ഉറങ്ങുകയാണോ? അല്ല, മഹാവിഷ്ണുവിന് എല്ലാം അറിയാം അല്ലെ. എല്ലാം അറിയുന്ന ഭഗവാൻ ചിരിക്കുകയായിരുന്നു ഉള്ളിൽ. എന്നിട്ട് കൗരവ പ്രമാണിയോട് ചോദിച്ചു, എന്താണ് വേണ്ടത്? കൗരവ പ്രമാണി പറഞ്ഞു, എനിക്ക് അക്ഷൗഹിണിപ്പടകൾ ഉൾപ്പെടെ എല്ലാ പടകളും വേണം, സേനാനായകന്മാരെ മുഴുവൻ വേണം, എനിക്ക് ഈ യുദ്ധത്തിൽ ജയിക്കണം കൃഷ്ണ എന്നാണ് പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ തഥാസ്തു എന്ന് പറഞ്ഞു, എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു. പാണ്ഡവ പുത്രനോട്, ധർമ്മിഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ അവിടെ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്കൊന്നും വേണ്ട, അക്ഷൗഹിണിപ്പടയും വേണ്ട, കാലാൾപ്പടയും വേണ്ട, കുതിരയും വേണ്ട, ആനയും വേണ്ട. കൃഷ്ണ പാർത്ഥസാരഥേ, അങ്ങ് ഞങ്ങളോടൊപ്പം ആ തേർത്തട്ടിൽ യുദ്ധഭൂമിയിൽ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ ആ പഞ്ചപാണ്ഡവന്മാർ കുറച്ചായിരുന്നു. അവരുടെ കൈകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട പാഞ്ചാലിയുടെ ദുഃഖവും ദുരിതവും ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ വേദന ഉൾക്കരുത്താക്കി മാറ്റിക്കൊണ്ട് ഈ സർവസംഘ പരിത്യാഗത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ഭൂമിയിൽ ആ കൗരവപ്പടയുടെ മുന്നിൽ പഞ്ചപാണ്ഡവന്മാർ ഉണർന്നെണീറ്റത് സാക്ഷാൽ ഭഗവാന്റെ ദൗത്യം കൊണ്ടാണ്, ചിന്ത കൊണ്ടാണ്. അർജുനൻ തേർത്തട്ടിൽ തളർന്നിരുന്നപ്പോൾ സാക്ഷാൽ ഭഗവാൻ പറഞ്ഞു, എന്താണ്? എണീക്കണം, ഇങ്ങനെ ഇരുന്നാൽ നാടും നഗരിയും ഇല്ലാതായി പോകും, നീയും ഇല്ലാതായി പോകും. അർജുനൻ പറഞ്ഞു, എന്താണ്?
ഏറ്റവും ആദ്യം ആ ഭഗവത്ഗീതയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാവചനം അബ്രവീത് എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങളിലൂടെ സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രർ ഓരോ അംശങ്ങളും കൗരവപ്പടയുടെയും പാണ്ഡവപ്പടയുടെയും തന്റെ കർണപുടങ്ങളിലൂടെ ശ്രവിച്ചതിനു ശേഷം അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ചിന്തിച്ചത് എന്തായിരുന്നു? രാജ്യത്തിന്റെ നന്മയായിരുന്നില്ല. എന്താ ചിന്തിച്ചത്? അദ്ദേഹത്തിന്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത് ധർമ്മത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന സംഗതികളായിരുന്നു. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. ആ കൗരവപ്പടയും പാണ്ഡവപ്പടയും ഇന്നും ഈ അഭിനവ ഭാരതത്തിലും നിലനിൽക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുന്ന ഭാരതത്തിൽ എന്റെയും നിങ്ങളുടെയും പെൺകുട്ടികൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ, നമുക്ക് അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ നാരായണീയം ജപിക്കുമ്പോൾ, ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ ചോദിക്കുകയാണ്, ഈശ്വര വിശ്വാസിയല്ലാത്ത ഒരാൾ ചോദിക്കുകയാണ്, സാക്ഷാൽ കൃഷ്ണൻ ഉണ്ടോ? കൃഷ്ണനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? എന്താ നമ്മൾ പറയുന്നത്? ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ പറയുന്നു, കൃഷ്ണനുണ്ട്. കൃഷ്ണൻ സമയമാകുമ്പോൾ ധർമ്മത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരും. ആ ധർമ്മ പരിരക്ഷയ്ക്ക് കാവലായിട്ട് ഇവിടെ ഓരോരുത്തരും ഉണ്ടാകും. ചിലപ്പോൾ ചില പരാജയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ പരാജയങ്ങളുടെ എല്ലാം ഒടുവിൽ ഭഗവാൻ തഥാസ്തു എന്ന് പറയുന്ന ഒരു നിമിഷം വരും. ആ നിമിഷം എന്താണ്? ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടാകണമെന്നോ, ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകണമെന്നോ, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പൂജിക്കപ്പെടണമെന്നോ ഉള്ളതല്ല ഭഗവാൻ നമ്മോട് പറയുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണടച്ചാൽ അദ്ദേഹത്തിന്റെ മനമാല കാണാൻ, അദ്ദേഹത്തിന്റെ കൗസ്തുഭം കാണാൻ, അദ്ദേഹത്തിന്റെ ആ കർണങ്ങളിൽ നിന്ന് ഊർന്നു വീഴുന്ന മനോഹരമായിട്ടുള്ള മകരകുണ്ടലങ്ങൾ കാണാൻ, ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിൽക്കാതെയും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെങ്കിൽ ആ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ കൃഷ്ണന്റെ ആ ഈ ചെവിയും, അദ്ദേഹത്തിന്റെ വക്ഷസ്ഥലവും, അദ്ദേഹത്തിന്റെ തിരുനെറ്റിയും, അദ്ദേഹത്തിന്റെ കാർക്കൂന്തലും, അദ്ദേഹത്തിന്റെ പാതാരവിന്ദം കാണാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മളിൽ കൃഷ്ണനുണ്ട് എന്നാണ് അതിനർത്ഥം. ആ കൃഷ്ണനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ആയുധങ്ങളാണ്, ഉപകരണങ്ങളാണ് ഓരോ നാരായണീയ സമിതിയിലെയും കുടുംബാംഗങ്ങൾ എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കരുത്തിനെ നിങ്ങളുടെ അനുജത്തിയായിട്ടോ ചെറിയ ആളുകളുടെ അമ്മയായിട്ടോ ശോഭയ്ക്ക് പകർന്നു തരണം. ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ മുന്നോട്ട് പോകാൻ എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിങ്ങൾക്കരികിൽ നിൽക്കുന്നത്. എനിക്ക് ജ്യേഷ്ഠ തുല്യരായിട്ടുള്ള ആളുകൾ ഈ വേദിക്കകത്ത് മുഴുവനും ഇരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഹൃദയം ചേർത്ത് വെച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഹൃദയം ചേർത്ത് വെച്ചിട്ടുള്ളത് തപിക്കുന്ന മനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ അമ്മമാരാണ് എൻ്റെ കരുത്ത്. കാരണം ഈ അമ്മമാരുടെ നോട്ടത്തിൽ, ഈ അമ്മമാരുടെ തലോടലിൽ, ഈ അമ്മമാരുടെ പുഞ്ചിരിയിൽ ഞാൻ കാണുന്നത് യശോദാമ്മയെയാണ് എന്നുള്ളതാണ്. കൃഷ്ണന് വേണ്ടി നിങ്ങൾ നാരായണീയം നമുക്ക് വേണ്ടി ജപിക്കുമ്പോൾ അവിടെ എല്ലാം കടന്നു വരും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ജപിക്കും: സർവേ വിസുവിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാത്മവേദെന്നുള്ള ആ മംഗളശ്ലോകവും നമ്മൾ ജപിച്ചുകൊണ്ട് ഈ നാരായണീയത്തിന്റെ മഹത് കർമ്മം കൂടുതൽ കൂടുതൽ വീടുകളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.